Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG BCom തേർഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന ആദ്യത്തെ എക്സാം ആണ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ് എ ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ തിയറിക്കാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ അതോ പ്രോബ്ലംസ് കൂടുതൽ ഫോക്കസ് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom MBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് എല്ലാ കോഴ്സസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. അസൈൻമെന്റ് സപ്പോർട്ട്, ദെൻ ഷോർട്ട് നോട്ട്സ്, ഇതൊക്കെ നമ്മുടെ ആപ്പിലൂടെ അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പേപ്പർ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്. തേർഡ് സെമസ്റ്ററിലോട്ട് എത്തുമ്പോൾ ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതുമാത്രമല്ല നല്ല ടഫ് കൂടിയാണ് തേർഡ് സെമസ്റ്ററിലെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്മാർട്ട് അപ്രോച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് നിർബന്ധമായും വേണ്ടതാണ്. സോ നമ്മുടെ പാറ്റേൺ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് പാർട്ട് 1 marks ആണ് വരുന്നത്. 10 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 8 ആൻസർ കൊടുക്കുക. 8 into 1 ടോട്ടൽ 8 മാർക്ക്. ദെൻ പാർട്ട് 2ലോട്ട് പോകുന്ന സമയത്ത് 8 ചോദ്യങ്ങൾ നൽകുന്നു. അതിൽ 6 ആൻസർ കൊടുക്കുക. ഒരെണ്ണത്തിന് 2 മാർക്ക്. അപ്പോൾ 6 into 2 12 മാർക്ക്. ദെൻ നെക്സ്റ്റ് വരുന്നത് 5 marks ആണ് ചോദ്യങ്ങളാണ്. അതിൽ 8 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 6 ആൻസർ കൊടുക്കണം. ഒരെണ്ണത്തിന് 5 മാർക്ക്. അങ്ങനെ അവിടെ 30 മാർക്ക് വരുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് എസ് എ പാർട്ടാണ്. അതിൽ 4 ചോദ്യങ്ങൾ നൽകുന്നു. അതിൽ 2 ആൻസർ കൊടുക്കണം. ഒരെണ്ണത്തിന് 10 മാർക്ക്. അങ്ങനെ 20 മാർക്സ്. ഇങ്ങനെയാണ് ടോട്ടലി 70 മാർക്സിന്റെ ലൊക്കേഷൻ വരുന്നത്. സോ ഇതിൽ ആദ്യം പറയാനുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ്, നിങ്ങളാണ് ഈ ഒരു എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത്. ഇതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയണത് ഇല്ല. ഫസ്റ്റ് ബാച്ച് നിങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരാന്നുള്ളത് നമുക്ക് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ഈ ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസിന്റെ ബേസിൽ, നമ്മുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നമ്മൾ സജഷൻസ് നൽകുന്നത്. ഓക്കെ, ദെൻ അത് മാത്രമല്ല, ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ സ്റ്റാറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഏകദേശം പ്രോബ്ലംസ് എത്രത്തോളം വരാൻ സാധ്യതയുണ്ട്, തിയറി എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെമസ്റ്ററിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ അക്കൗണ്ടിങ്, അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സബ്ജക്റ്റിന്റെ പേര് തന്നെ അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് എന്നിട്ടുള്ള. ഈ 6 ബ്ലോക്കിൽ നമുക്ക് 4 ബ്ലോക്കിൽ നിന്ന് എസ് എ പ്രതീക്ഷിക്കാം. സോ അതിൽ 2 തിയറി ചോദ്യങ്ങൾ എസ് എ പാർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 2 പ്രോബ്ലംസും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എസ് എ തിയറി ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരെണ്ണം ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് IFRS അതിനെ റിലേറ്റ് ചെയ്തുള്ളൊരു എസ് എ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എക്സ്പെക്ട് ചെയ്യണു. ദെൻ അപ്പോൾ ബ്ലോക്ക് നമ്പർ 1 നിന്ന് ഒരു എസ് എ പ്രതീക്ഷിക്കുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ കൂടുതൽ നെക്സ്റ്റ് 3 ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് HP ബ്ലോക്ക് നമ്പർ 3, ദെൻ ബ്രാഞ്ച് ബ്ലോക്ക് നമ്പർ 5, പിന്നെ റോയൽറ്റി ഉണ്ട്. അപ്പോൾ 3, 4, 5 ഇതിൽ നിന്നാണ് പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ HP, റോയൽറ്റി, ബ്രാഞ്ച് അക്കൗണ്ട്സ്, ഇതിൽ 3 2 ടോപ്പിക്സിൽ നിന്ന് പ്രോബ്ലംസും 1 ടോപ്പിക്കിൽ നിന്ന് നമ്മൾ തിയറിയും, ഇങ്ങനെയാണ് പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിപ്പോൾ HP നിന്ന് തിയറി എസ് ഇടാം, അല്ലെങ്കിൽ പ്രോബ്ലത്തിനുള്ള സ്കോപ്പ് ഉണ്ട്. ഈ 3നും ഈക്വൽ ചാൻസ് ഉണ്ട് അവിടെ. ദെൻ റോയൽറ്റി, പിന്നെ ബ്രാഞ്ച്. ബ്രാഞ്ചിൽ നിന്ന് ഞാൻ പ്രോബ്ലം മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നു. അതിന് പക്ഷെ തിയറിക്കും സ്കോപ്പ് ഉണ്ട് അവിടെ. കൺസൈൻമെന്റിൽ നിന്ന് അങ്ങനെ എസ് എക്ക് പ്രതീക്ഷിക്കുന്നില്ല. അതിന് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയാൻ വരരുത്. അപ്പോൾ ഇതാണ് എസ് എയുടെ പാർട്ടിനെ പറ്റിയിട്ട് പറയാനുള്ള. 4 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളും കേട്ടോ. ഇനി ഈ പറയുന്ന തിയറി എത്രത്തോളം വരാൻ സാധ്യതയുണ്ട്, പ്രോബ്ലം എത്രത്തോളം വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പാർട്ട് A 1 മാർക്സിന്റെ ചോദ്യങ്ങളാണ്. അതിൽ 10 ചോദ്യങ്ങൾ, അത് 10ഉം തിയറിയാണ് പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ അതാണ് ഫസ്റ്റ് പാർട്ടിനെ പറ്റി പറയാനുള്ളത്. മിക്കതും തിയറിനെ ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 8 എണ്ണത്തിൽ നമ്മൾ 6 എണ്ണത്തിന് ആൻസർ കൊടുക്കണം എന്ന് പറഞ്ഞു. അതും മൊത്തം തിയറി തന്നെയാണ് വരിക, 2 മാർക്കിൻ്റെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ. ഇനി 5 മാർക്കിൻ്റെ 8 എണ്ണത്തിൽ 6 എണ്ണത്തിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഒരു ചോദ്യത്തിന് 5 മാർക്ക്. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ കണ്ട ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 5 തിയറി ചോദ്യങ്ങളും 3 പ്രോബ്ലംസും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ 4-4. മോസ്റ്റ്ലി പ്രതീക്ഷിക്കുന്നത് 5 തിയറിയും 3 പ്രോബ്ലംസും ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞു 2 പ്രോബ്ലംസും 2 തിയറി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. തിയറി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കൺസെപ്റ്റ് മനസ്സിലാക്കി പിക്ക് ചെയ്ത് പഠിക്കുക. വലിച്ചു വാരി പഠിച്ച് സമയം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, പിന്നെ കുട്ടികൾ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തരുമെന്നുള്ളതാണ്. കാരണം ഞാൻ MCOMന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ വീഡിയോ ഒരുപാട് കുട്ടികൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അക്കൗണ്ടിങ്, അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും ബാക്കി എല്ലാ പേപ്പേഴ്സിൻ്റെയും ചെയ്യുമെന്നുള്ളൊരു റിക്വസ്റ്റ് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട് ഏത് രീതിയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ആപ്പിലൂടെ. ഓക്കെ, അപ്പോൾ അതും പരിഗണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക, ലൈവ് ചെയ്യുക, ഒക്കെ നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് വരുന്നത് IFRS ആണ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് 1 മാർക്കും 2 മാർക്സ് ചോദ്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പിക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതിൽ ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ IFRS എന്താണ്. 2 മാർക്കിനോ 1 മാർക്കിനോ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല essay നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് IFRSനെ പറ്റിയിട്ട് പരമാവധി കവർ ചെയ്ത് പോയിരിക്കണം. അപ്പോൾ IFRS എന്താണ്, ദെൻ നെക്സ്റ്റ് നീഡ് ഫോർ IFRS കൺവേർജൻസ് ഉണ്ട്, പിന്നെ ഫീച്ചേഴ്സ് ഉണ്ട്, ബെനഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ഞാൻ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒന്നെങ്കിൽ IFRS എന്താണെന്നുള്ളൊരു ചോദ്യം 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ വരാം. അതിനുശേഷം 5 മാർക്സ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഉണ്ട്, ബെനഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ IFRS കൺവേർജൻസ് ഉണ്ട്. അപ്പോൾ നീഡ് ഫോർ IFRS കൺവേർജൻസ് ഉണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കുന്നത് IFRS എന്താണ്, പിന്നെ നീഡ് ഫോർ IFRS കൺവേർജൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 2 മാർക്സിലിടാം. ഫീച്ചേഴ്സ് നമുക്ക് 2 മാർക്സിലിടാം, അതുപോലെ തന്നെ 5 മാർക്സിലിടാം. ബെനഫിറ്റ്സും 5 മാർക്സിലുണ്ട്. അപ്പോൾ ഈ 3 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ബെനഫിറ്റ്സ്, ഫീച്ചേഴ്സ്, നീഡ് ഫോർ കൺവേർജൻസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിനെ നിർബന്ധമായും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം 2 മാർക്സിനും എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. ഇനി പേപ്പർ ഇടുന്ന ആൾക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിൽ വേറൊരു രീതിയിലും ചോദ്യം ചോദിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ എന്താണ് IFRSന്റെ ഫീച്ചേഴ്സും ബെനഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 10 മാർക്കിൻ്റെ ഒരു essay. അതിനേക്കാൾ കൂടുതൽ ഞാനത് 5 മാർക്കിന് 2 മാർക്കിനാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് യൂണിറ്റ് ആദ്യത്തെ ബ്ലോക്കിൽ. ഇനി ഇതിനേക്കാൾ കൂടുതൽ essay ഇടാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ് ആണ്, ബ്ലോക്ക് നമ്പർ 1. ഇതിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻഡ് AS ആൻഡ് IFRS. ഒന്നുകിൽ essay അല്ലെങ്കിൽ 5 മാർക്ക്. കൂടുതൽ essayക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഡ് ASഉം IFRSും തമ്മിലുള്ള ഡിഫറൻസ് ഒരു essay ടോപ്പിക് ആയിട്ടോ അതല്ലെങ്കിൽ 5 മാർക്ക്. ഇവിടെ 5 മാർക്കിന് 1, 2, 3, 4, 5, 6, 7 7 പോയിന്റ്സ് ആണ്. അപ്പോൾ 5 മാർക്കിലേക്കാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അത് നിർബന്ധമായും പഠിക്കണം. നെക്സ്റ്റ് 1 മാർക്കും 2 മാർക്കായിട്ടുള്ള നെക്സ്റ്റ് ചോദ്യമാണ് ഗ്യാപ്പ് എന്താണ്, US ഗ്യാപ്പ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്യാപ്പ്, ഇന്ത്യൻ ഗ്യാപ്പ് എന്താണെന്നുള്ളത് 1 മാർക്കോ 2 മാർക്കോ. ഫൈനലി ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു essayക്ക് ഇടാൻ അവർക്ക് സ്കോപ്പുള്ള ഒരു ടോപ്പിക്കാണ് IFRS സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇത്രത്തോളം പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് essayക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിക്കുക.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2 സ്കോപ്പാണ് എസ്എക്ക് ഫസ്റ്റ് ബ്ലോക്കിലെ 2 യൂണിറ്റിൽ നിന്ന്. ഒന്നുകിൽ ഫസ്റ്റ് യൂണിറ്റിലെ ബേസ് IFRS എന്താണ്, ബെനഫിറ്റ്സ്, ഫീച്ചേഴ്സ്, അതിനെ പറ്റിയുള്ളൊരു ചോദ്യം. പക്ഷേ അത് 5 മാർക്കിലേക്കാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു. എന്തായാലും ഇത് പഠിച്ചു വയ്ക്കണം. പിന്നെ IFRS സ്റ്റാൻഡേർഡ്സിനെ പറ്റിയുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പം ഇത്ര കാര്യങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്ത് പഠിക്കണം. 5 മാർക്കിലേക്ക്, 1 മാർക്കിലേക്ക്, 2 മാർക്സിലേക്ക്, എസ്എക്ക് എല്ലാത്തിലും സ്കോപ്പുള്ള ഒരു ബ്ലോക്കാണിത്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2. ബ്ലോക്ക് നമ്പർ 2 എന്ന് പറയുന്നത് ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. നിങ്ങളിത് പറയാനുള്ളത്, നിങ്ങളിത് അവസാനം പഠിച്ചാൽ മതി. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. കൂടുതൽ 2 മാർക്ക് 5 മാർക്ക് ചോദ്യങ്ങൾക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 1 മാർക്ക് ചോദ്യങ്ങൾക്കാണ്. എസ് ഇതിൽ നിന്ന് തീറിയിട്ടാലും പ്രസൻറ്റ് ചെയ്ത് ഫലിപ്പിക്കാൻ കുറച്ച് നിങ്ങൾക്ക് പാടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ 4 എണ്ണത്തിൽ 2 എണ്ണം ഓപ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള, ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഒരു എസ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞ 3 ടോപ്പിക്കുകളുണ്ടല്ലോ, HP, റോയൽറ്റി, ബ്രാഞ്ച്, അതൊക്കെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. ഈ ഒരു ബ്ലോക്കിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ചൊരു സുഖമില്ലായ്മ അവിടെ ഉണ്ട്. നിങ്ങൾക്കാണെങ്കിലും ഡെപ്തിൽ പഠിക്കാൻ നിന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം കുറേ പോവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും, ബട്ട് വരാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ 1 മാർക്ക്, 2 മാർക്സ്, 5 മാർക്സിൽ അതിൽ വരുന്ന കാര്യങ്ങൾക്ക് എന്തായാലും പഠിച്ചു പോകണം. എസ്സേയുടെ കാര്യങ്ങൾക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ആദ്യം അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇൻവെൻട്രീസ് ഉണ്ട്, PPE ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ്, ബോറോയിങ് കോസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. ഇതിലേതെങ്കിലും 2 എണ്ണത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് 1 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങളിൽ എന്തായാലും ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് IndAS 2 തന്നെയാണ്. ഇൻവെൻട്രീസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് IndAS 16, PPE, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആദ്യത്തെ 38. ആദ്യത്തെ 3 എണ്ണത്തിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ 3 എണ്ണത്തിൽ ഒരെണ്ണം, ചിലപ്പോൾ 2 എണ്ണം വരെ പ്രതീക്ഷിക്കാം. 2, അതുപോലെ തന്നെ 5 മാർക്സ്, ദെൻ 1 മാർക്കിലും എക്സ്പെക്ട് ചെയ്യാം. IndAS 2 എന്താണ്, അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത് ഈ 5 എണ്ണത്തിൻ്റെയും നിർബന്ധം, 5-6 എണ്ണം ഉണ്ട്, 6 എണ്ണത്തിൻ്റെയും നിർബന്ധമായി നോക്കിയിരിക്കണം. ഇപ്പോൾ IndAS 38 എന്താണ്, എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, എന്തായാലും ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പോൾ ഇതാണ്. അതിലിപ്പോൾ 2 മാർക്കിൻ്റെ ആണെങ്കിൽ IndAS 2 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളും അതിൻ്റെ സ്കോപ്പ് അതൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് വെക്കേണ്ടത്. 5 മാർക്കാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണം. ദെൻ PPE ആണ് നെക്സ്റ്റ്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കാര്യങ്ങൾ 2 and 5 മാർക്സിലേക്ക് വേണ്ട രീതിയിൽ പഠിക്കുക. അതല്ലാണ്ട് വലിച്ചു വാരി പഠിച്ച് നേരം കളയണ്ട. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളും നോക്കി വയ്ക്കുക. അത്രയാണ് ചെയ്യേണ്ടത് കേട്ടോ. SAക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രസൻറ്റ് ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു യൂണിറ്റ്. നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് നമ്പർ 2, ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ്, ബോറോയിങ് കോസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആൻഡ് റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ഇതിലും ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. 2 and 5 മാർക്സിലേക്ക് വേണ്ടിയിട്ട് മാത്രം എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സ്കോപ്പ്, അത്ര. അല്ലാണ്ട് വലിച്ചു വാരി പഠിച്ച് നേരം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പുറത്ത് വേറെ ഓപ്ഷൻസ് ഉണ്ട് വന്നു കഴിഞ്ഞാലും എഴുതാൻ വേണ്ടിയിട്ട്. ഇതാണെങ്കിലും 115 ആണെങ്കിലും ബുക്കിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കാൻ നിന്നാൽ നമ്മുടെ സമയം പോവുള്ളൂ. നെക്സ്റ്റ് ഇൻകം ടാക്സ് ആണ്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. 5 മാർക്കിൻ്റെയിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇടുമോ എന്നുള്ളത് ഉറപ്പില്ല, സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ ഒക്കെ തിയറി ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പം ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 2 മാർക്ക് 5 മാർക്ക് 1 മാർക്ക് ഇതിലേക്കാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. SA വന്നാൽ വേറെ ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ സ്റ്റാൻഡേർഡും എന്താണ്, അതിൻ്റെ സ്കോപ്പ് അത്ര പഠിക്കാൻ ശ്രമിക്കുക മെയിനായിട്ട്. ഓക്കെ, മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3, HP ഹയർ പർച്ചേസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക്. 4 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. SA,
1 മാർക്ക്, 2 മാർക്സ്, 5 മാർക്സ് എല്ലാത്തിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലാദ്യം എന്താണ് ഹയർ പർച്ചേസ്? നമുക്ക് 1 മാർക്കിൻ്റെയോ 2 മാർക്കായിട്ട് ചോദിക്കാൻ സ്കോപ്പ് ഉള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു എസ്സേ പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വലായിട്ട് ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പം എന്താണ് HP, അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എസ്സേ തിയറി ഇടാം. ബട്ട് നമുക്ക് പ്രോബ്ലത്തിന് അപ്പുറത്ത് സ്കോപ്പ് ഉണ്ട്. അത് 5 മാർക്കിലേക്കാണെങ്കിലും എസ്സേക്ക് ആണെങ്കിലും. ഇനി ഈ ടേംസ് ഒരു 5-6 ഉണ്ട്. ഇത് മുഴുവൻ പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് 1-2 1 മാർക്കായിട്ട് 2 മാർക്കായിട്ടുണ്ടായിരിക്കും. ആദ്യം ഹയർ പർച്ചേസർ ആരാണ്? നമ്പർ 1 ആദ്യത്തെ ചോദ്യം അതാണ്. ദെൻ ഹയർ വെൻഡർ ആരാണ്? നെക്സ്റ്റ് ക്യാഷ് പ്രൈസ്, HP പ്രൈസ്, ദെൻ ഹയർ ചാർജസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്താണ്? ഇൻസ്റ്റാൾമെന്റ് മണി, ഡൗൺ പേയ്മെന്റ്. നിർബന്ധമായി ഇതൊക്കെ നോക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങളാണ്. ഡൗൺ പേയ്മെന്റ് എന്താണ്? ഹയറർ ആരാണ്? ഹയർ വെൻഡർ, ക്യാഷ് പ്രൈസ്, HP പ്രൈസ്. ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യങ്ങളായിട്ട് കാണുന്നതാണ്. ഓക്കെ. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് തിയറിക്ക് നോക്കി വയ്ക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ നോക്കാം. ഓക്കെ. മെയിൻ ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൻ്റെ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ജേണൽ എൻട്രീസ് പഠിച്ച് പ്രോബ്ലംസ്, അപ്പോൾ എസ്സേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ 5 മാർക്സിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്സേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എസ്സേ പ്രോബ്ലമായിട്ട് നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് ആണ് വരാം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ. 3 പ്രോബ്ലംസ് ആണ് 5 മാർക്കിൽ വരല്ലോ. 5 മാർക്കിൻ്റെ ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം എക്സ്പെക്ട് ചെയ്യാം ഇതിൽ നിന്ന്. പിന്നെ എസ്സേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഓക്കെ. ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷൻ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആയിരിക്കും എസ്സേക്ക് അവരിടുക. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് എസ്സേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച്. പിന്നെ പാർഷ്യൽ റീപൊസിഷൻ ഉണ്ട്. അപ്പോൾ ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷൻ പഠിക്കുക. അതിൽ പാർഷ്യലും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എസ്സേക്ക് പ്രോബ്ലം ആയിട്ട് പ്രതീക്ഷിക്കാം. സ്കോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് HP. തിയറിയിൽ ആ ടേമുകൾ മുഴുവൻ നോക്കുക. അതിൻ്റെ ബേസിക് തിയറി ഉണ്ട്. പിന്നെ 5 മാർക്കിൻ്റെയിലേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനോ അതുപോലെ തന്നെ ക്യാഷ് പ്രൈസിൻ്റെ കാൽക്കുലേഷനൊക്കെ ആയിട്ടുള്ള ഒരു ചോദ്യം ഇടാം. പിന്നെ എസ്സേക്ക് ഞാൻ ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷൻ, പാർഷ്യൽ റീപൊസിഷൻ അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യവും പ്രതീക്ഷിക്കാം. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് അങ്ങനെ കാണാറില്ലേ, കൂടുതൽ HP നിന്നാണ് ഇട്ട് കണ്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് റോയൽറ്റി ആണ്. നമുക്ക് 4 എസ്സേ ഉള്ളതുകൊണ്ട് തന്നെ ഒരെണ്ണം ഇടാൻ സ്കോപ്പ് ഉള്ളതാണ്. ബട്ട് 5 മാർക്ക് ചോദ്യങ്ങൾ, 2 മാർക്ക്, 1 മാർക്ക് ഇതിലേക്ക് കൂടുതൽ ചോദ്യങ്ങൾ സാധ്യതയുള്ളൊരു ഏരിയ ആണത്. റെൻറ്റും റോയൽറ്റി നമ്മുടെ ഡിഫറൻസ് നോക്കണം. പിന്നെ മിനിമം റെന്റ് എന്താണ്? 2 മാർക്ക് ചോദ്യം. ഷോർട്ട് വർക്കിംഗ് എന്താണ്? 2 മാർക്ക്, 1 മാർക്ക് ചോദ്യം. എന്തായാലും ചോദിക്കട്ടോ തിയറി ഇതിൽ നിന്നൊക്കെ. മിനിമം റെന്റ്, ഷോർട്ട് വർക്കിംഗ്. പിന്നെ ഇതിൻ്റെ അക്കൗണ്ടിങ് കാര്യങ്ങളിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ടും അതുപോലെ തന്നെ എസ്സേക്കും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം റെന്റിൻ്റെ തിയറി ആ പറഞ്ഞ പോലെ റോയൽറ്റി എന്താണ് ആ തിയറി നോക്കുക. പിന്നെ പ്രോബ്ലത്തിൽ എസ്സേക്ക് ഇടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ അതിന് തന്നെ ടേബിൾ വരച്ച് ജേണൽ എൻട്രി എഴുതുക എന്നുള്ളത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ടേമുകളൊക്കെ നോക്കണം കേട്ടോ, റിക്രൂട്ട്മെൻറ്റിനൊക്കെ പറ്റിയിട്ട്. പിന്നെ മിനിമം റെന്റ് എന്താണ്, ഷോർട്ട് വർക്കിംഗ് എന്താണ് നിർബന്ധമായും പഠിക്കുക. ദെൻ പ്രോബ്ലം വരുമ്പോൾ ഈ പറഞ്ഞ സ്ട്രൈക്കിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഇടാൻ സാധ്യതയുണ്ട് എസ്സേക്ക് ഇടുന്നുണ്ടെങ്കിൽ കേട്ടോ. പ്രോബ്ലം 2 ഇടണമല്ലോ. അപ്പോൾ ഞാൻ കൂടുതൽ എസ്സേക്ക് 2 പ്രോബ്ലം എന്താണ് പ്രതീക്ഷിക്കുന്നത്, ബ്രാഞ്ചും HP. റോയൽറ്റി ആവാം, എന്നാലും ബ്രാഞ്ചിനുള്ള സ്കോപ്പ് കൂടുതലാണ്. ഓക്കെ. ദെൻ ഇതിൻ്റെ തിയറി, നെക്സ്റ്റ് ബ്രാഞ്ചാണ്. ബ്രാഞ്ച് എന്താണെന്നുള്ളത് നോക്കുക. ബ്രാഞ്ചിൻ്റെ തിയറി വരും. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണ്, ഇൻഡിപെൻഡൻറ്റ്, ഫോറിൻ ബ്രാഞ്ച്, ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിന് നമ്മൾ പ്രോബ്ലമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 4 രീതിയിലുള്ള സിസ്റ്റം ഉണ്ട്. ഡെറ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ്, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഹോൾസെയിൽ ബ്രാഞ്ച്. ഇതിൽ ആദ്യത്തെ ഡെറ്റേഴ്സ് സിസ്റ്റം
അതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് ഇൻവോയ്സോ ആവാം. ഡെറ്റർ സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലമാണ് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് എക്സാമിന്. നമുക്ക് ഈ ഫോമാറ്റ് പഠിച്ച് ഈസി ആയിട്ട് ജേണൽ എൻട്രി പഠിക്കുക, സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നത്. ഇതല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ ഇൻവോയ്സും ഉണ്ട്, ഇത് രണ്ടും നോക്കാം. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള ബ്രാഞ്ച് ആൻഡ് ഡെറ്റേഴ്സ് ഒക്കെ ഇല്ല, ഇതൊക്കെ കുറച്ചും കൂടി ലെങ്തി ആണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എസ് പ്രതീക്ഷിക്കുന്നത് അധികം ഇല്ല. കൂടുതൽ ആദ്യത്തെ ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ഉണ്ട്, ഇതൊക്കെയാണ് ഇതിൽ തിയറി കേട്ടോ. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്താണ്, തിയറി 2 മാർക്സിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓരോ ടേമുകൾ നിർബന്ധമായി നോക്കിയിരിക്കണം. ലോഡിങ് എന്താണ്, പ്രോബ്ലത്തിനെ റിലേറ്റ് ചെയ്തുള്ള ടേമുകളില്ലേ, അതെന്തായാലും നോക്കണം. ബ്രാഞ്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ച്, ഇതൊക്കെ തിയറിക്ക് വരാറുള്ളതാണ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ തിയറിക്ക് റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. ഇൻവോയ്സ് പ്രൈസ് എന്താണ്, മെത്തേഡ്, കോസ്റ്റ് പ്രൈസ് എന്താണ്, തിയറി നോക്കിയിരിക്കണം. ഇപ്പോൾ ടേമുകളിൽ പിന്നെ ഇതാ ലോഡിംഗ് ഒക്കെ ഇല്ലേ, ഈ പറയുന്ന സ്റ്റോക്കിൽ കാണുന്നത്, അതിൻ്റെ കൺസെപ്റ്റ് തിയറി നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ തിയറി 1 മാർക്ക് 2 മാർക്സ് ആയിട്ടും പിന്നെ പ്രോബ്ലം ആയിട്ട് എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന ഏരിയയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ ദാറ്റ്സ് അബൌട്ട് ബ്രാഞ്ച്. എല്ലാതും അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പറയുന്ന ലാസ്റ്റ് മെത്തേഡില്ലേ, അതൊന്നും ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഓപ്റ്റ് ചെയ്യുക, കാരണം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് ലാസ്റ്റ് ഏരിയാസ് ഈ ബ്രാഞ്ചിൻ്റെ ഒക്കെ വരുന്നത്. ഫസ്റ്റ് മെത്തേഡ് തന്നെ നമുക്ക് മെയിനായിട്ട് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് കൺസൈൻമെൻ്റ് ആണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും തിയറിയാണ് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. കൺസൈൻമെൻറ്റും സെയിലും നമ്മളുടെ ഡിഫറൻസ്, കൺസൈൻമെൻ്റ് എന്താണ്, കൺസൈനർ ആരാണ്, കൺസൈനി ആരാണ്, നിർബന്ധമായും പഠിക്കണം. ഇതൊക്കെ തിയറിക്ക് പ്രതീക്ഷിക്കാം. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്. കമ്മീഷൻ എന്താണ്, സിമ്പിൾ കമ്മീഷൻ, ഓവർ റൈഡിങ്, ഡെൽ ക്രെഡറി കമ്മീഷൻ, റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്താണ്, ഇതിനൊക്കെ തിയറി നോക്കണം കേട്ടോ. ആദ്യത്തെ യൂണിറ്റിൽ കണ്ട തിയറീസ് എല്ലാതും നോക്കി വെച്ചിരിക്കണം. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം 5 മാർക്കിലേക്ക് എന്തെങ്കിലും ഇട്ടാലായി, അത്രയ്ക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് വിട്ടിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. തിയറി ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് മാത്രം. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റിനെ പറ്റിയിട്ട് പറയാനുള്ള. അപ്പോൾ ടോട്ടൽ 6 ബ്ലോക്കുകളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട രീതി ഒന്ന് പറയാം. ഫസ്റ്റ് യൂണിറ്റ് ആദ്യം പഠിക്കാം, IFRSൻ്റെ ബേസിക് തിയറി. 4 പാർട്ടിലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം HP പഠിക്കുക, റോയൽറ്റി പഠിക്കുക, ബ്രാഞ്ച് പഠിക്കുക, ദെൻ കൺസൈൻമെൻറ്റ്, ഫൈനലി ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുക. ദെൻ ഞാൻ പറഞ്ഞു ഇതിൽ എസ്സേ പ്രതീക്ഷിക്കുന്നത് ഒന്നും കൂടിയും പറയാണ്. ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നൊരു എസ്സേ ഇടാൻ സാധ്യതയുണ്ട്, അതിൽ നിന്ന് വന്നാൽ നിർബന്ധമായും എഴുതാം. പിന്നെ HP, ബ്രാഞ്ച്, ഈ രണ്ടിൽ നിന്നും പ്രോബ്ലം കൂടുതൽ പ്രതീക്ഷിക്കുന്നു. പിന്നെയുള്ള വേണമെങ്കിൽ തിരിച്ചും പ്രോബ്ലത്തിന് പകരം തിയറി ഇടാനുള്ള സ്കോപ്പ് ഉണ്ട്. HP, ബ്രാഞ്ച്, റോയൽറ്റി, ഇതിൽ നിന്നാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറയുന്ന എസ്സേ ടോപ്പിക്സ് IFRSൽ നിന്ന്. പിന്നെ ദെൻ 2 മാർക്ക് 1 മാർക്ക് 5 മാർക്ക് ചോദ്യങ്ങൾക്കാണ് ഞാൻ ബ്ലോക്ക് നമ്പർ 2ഉം 6ഉം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ HPയിൽ നിന്ന് 4 പാർട്ടിലും ചോദ്യങ്ങളുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ടീമുകളൊക്കെ നോക്കി വയ്ക്കുക. ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങൾ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ക്ലാരിറ്റി വരും. 2 മാർക്കിലേക്കാണെങ്കിലും പറഞ്ഞ ടോപ്പിക്കുകൾ നോക്കാം, 5 മാർക്കിലേക്കാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഈക്വലി ഇമ്പോർട്ടൻസ് പ്രോബ്ലത്തിനും തിയറിക്കും കൊടുത്ത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് വേണ്ടത് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യും. ദെൻ എക്സാം റിലേറ്റഡ് ലൈവ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഉണ്ടായിരിക്കും. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ ക്ലാസ്സസും കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.